ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് മാരുതി സുസുക്കി സെന്നാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ടറിൽ ഹമ്പൊക്കെ കയറുന്ന സമയത്ത് ബാക്കിൽ നിന്ന് കടകടാ നല്ല രീതിയിലുള്ള ഒരു ഒച്ചയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്, നല്ല രീതിയിലുള്ള സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡിൽ വന്നിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന്, അതായത് ഈ സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒച്ചയാണ് കേൾക്കുന്നത്. ഷോക്കിന് വേറെ ലീക്കോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല, പക്ഷേ നല്ല രീതിയിലുള്ള ഒച്ച കാണിക്കുന്നുണ്ട്. ഇവിടുത്തെ ബ്രേക്ക് കൊണ്ട് പുഷിന് വേറെ പൊട്ടലോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ സൈഡിന് വേറെ പൊട്ടലോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല, പക്ഷേ നല്ല രീതിയിലുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവിടെയും വേറെ പൊട്ടലോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. ഇതിൻ്റെ അടുത്ത് വരുന്ന പുഷിനും വേറെ പൊട്ടലോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലാറ്റർ റോഡ് വരുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന ബുഷ് നല്ല രീതിയിൽ പ്ലേ ഉണ്ട്. നമുക്കിതൊന്ന് നോക്കാം. ഈ ബുഷ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതാണ് സൗണ്ട് കേൾക്കുന്നത്. ഇത് ഇത്രയും ഇളകി കിടക്കുകയാണ് ഈ ബുഷ്. അതായത് കട്ടറിൽ പോകുമ്പോൾ ഈ റോഡ് കിടന്നിട്ട് ബുഷിന് തേയ്മാനം കൂടുതലായതുകൊണ്ട് ഈ റോഡ് കിടന്നിട്ട് കട്ടക്കടാന്ന് ഇതിൻ്റെ മുകളിൽ പോയിട്ട് അടിക്കുന്ന സൗണ്ടാണ്. കട്ടക്കട്ട നല്ല രീതിയിലുള്ള സൗണ്ടാണ് കേൾക്കുന്നത്. ചെറിയ കട്ടർ വീണാൽ പോലും ഈ ഒരു സൗണ്ട് കേൾക്കുന്നത്. കാരണം ഇത്രയും ബുഷ് പോയി കിടക്കുന്നതുകൊണ്ട് നല്ല രീതിയിലുള്ള ഇത്രയും പ്ലേ ആണ് ഉള്ളത്. അപ്പോൾ അത് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അതിപ്പോൾ എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കാം. ഇതിന് 17 റിങ് ഉപയോഗിച്ചിട്ട് നമുക്കിത് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കും. 17 റിങ്ങോ ബോക്സോ ഉപയോഗിച്ചിട്ട് നമുക്കിത് അഴിച്ചെടുക്കാം. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ നട്ട് അഴിച്ച് ഊരിയെടുക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ നട്ട് അഴിച്ചെടുത്തിട്ടുണ്ട്. 17 സൈസ് നട്ട് അഴിച്ചെടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഇതിനകത്തൊരു സ്പ്രിംഗ് വാഷർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തൊരു പ്ലേറ്റ് വാഷറും വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ബുഷ് ഇത്രയ്ക്ക് തേയ്മാനമാണ് ഈ ബുഷിനുള്ളത്. ഇത് സിമ്പിളായിട്ട് തന്നെ ഇങ്ങോട്ട് ഊരി മുകളിലോട്ട് വെക്കാം. ഈ ബുഷ് നമുക്ക് ഊരിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പുതിയ ബുഷ് നമുക്ക് നോക്കാം എത്രയ്ക്ക് തേയ്മാനം ഇതിനുണ്ടെന്ന്. ഇതാണ് ഇതിൻ്റെ പഴയ ബുഷ്. നമ്മൾ തേയ്മാനം കണ്ട ബുഷ് നല്ല ബ്ലേഡ് പോലെ ശരിക്കും ഫുള്ളായിട്ട് തേഞ്ഞു പോയി. ഇതാണ് ഇതിൻ്റെ പുതിയ ബുഷാണ്. ഇത്രയ്ക്കുള്ള ബുഷാണ് ഈ ഒരു രീതിയിൽ തേഞ്ഞ് പോയേക്കുന്നത്. നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ രണ്ട് ബുഷ് നല്ലപോലെ ബ്ലേഡ് പോലെ തേഞ്ഞ് ഫ്രീ ആയിപ്പോയി. ഇതാണ് ഇതിൻ്റെ പുതിയ ബുഷ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് കയറ്റിയിടാം. നമുക്ക് കയറ്റിയിടാനായിട്ട് ഇതിൻ്റെ ബുഷിൻ്റെ പൊസിഷൻ വരുന്നത് ഈ ഒരു കർവ് വരുന്നത് ഇങ്ങോട്ടായിരിക്കും വരുന്നത്. ഈ ഒരു ആംഗിളിലായിരിക്കും വരുന്നത്. ഈ ബുഷിൽ ഗ്രീസോ കാര്യങ്ങളോ ഒന്നും തേക്കരുത്. കാരണം ഗ്രീസ് തേച്ച് കഴിഞ്ഞാൽ ഈ ബുഷ് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് ബൾജായി പോകും. പിന്നീട് ബുഷ് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസും കാര്യങ്ങളും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കയറ്റി വെക്കുക. അതിനുശേഷം ഈ ബുഷിൻ്റെ പൊസിഷൻ വരുന്നത് ഇങ്ങോട്ടായിരിക്കും വരുന്നത്. ഈ ഒരു ആംഗിളിലായിരിക്കും വരുന്നത്. അതായത് കർവ് അകത്തോട്ടായിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വാഷും കാര്യങ്ങളൊക്കെ കയറ്റിയിടാം. പുതിയ ബുഷ് ആയതുകൊണ്ട് നമുക്ക് ഇത് ശകലം അങ്ങ് അകത്തോട്ട് പ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ നട്ട് കൊണ്ടൊന്ന് ടൈറ്റ് ചെയ്ത് ഇച്ചിരി അകത്തോട്ട് കയറ്റിയിട്ട് നമുക്ക് സ്പ്രിംഗ് വാഷർ ഇടാം. നമ്മളിപ്പോൾ നട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വാഷർ കയറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നട്ട് സ്പ്രിംഗ് വാഷർ വെച്ചിട്ട് മുറുക്കി വിടാം. ഓക്കെ, നട്ട് ഫുൾ ടൈറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ നട്ട് ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്പ്രിംഗ് വാഷർ ഇടാതിരിക്കാൻ മറക്കരുത്. നമ്മൾ ഈ സ്പ്രിംഗ് വാഷറോട് കൂടി നട്ട് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ നട്ട് മാത്രം ഇട്ടിട്ട് കുറച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പ്രിംഗ് വാഷർ സിമ്പിളായിട്ട് ഇടാനായിട്ട് സാധിക്കും. ഇപ്പം ഇതിന് വേറെ പ്ലേയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ നേരത്തെ കണ്ടാണ് ഇത്രയ്ക്കും തേഞ്ഞിരുന്ന ബുഷാണ് നമ്മളിപ്പോൾ മാറിയേക്കുന്നത്. അപ്പോൾ മാരുതി സുസുക്കി സെന്നിൻ്റെ ബാക്കിൽ നിന്നുള്ള സൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കി. നമ്മൾ കണ്ടതാണ് ഈ ബുഷ് പോയിരുന്നിട്ട് ഇത് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടിക്കുന്ന സൗണ്ടാണ് ഈ ബാക്കിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.